ഇവളുടെ ഒരു ഭരണം. ഞാൻ ഏത് വഴി പോയാലും കുറ്റം. ഞാൻ അനങ്ങിയ തെറ്റ്. ചെമ്പകമംഗലം എന്ന സാമ്രാജ്യത്തിലെ മഹാറാണിയായിരുന്നില്ലേ? കുഞ്ഞിനെ ഇങ്ങ് താ മൈഥിലി. ഓ, അപ്പൊ എന്റെ പേരും മര്യാദയുടെ ഭാഷയൊക്കെ നിനക്ക് അറിയാം. എന്നാലേ എനിക്കിപ്പോ തീരെ മര്യാദയില്ല. കുഞ്ഞിനെ തരാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ മനസ്സ് നിന്റെ മുന്നിൽ അലിയില്ല. അങ്ങനെ ഒരു അവസരം വരുമ്പോ ഞാൻ നിനക്ക് കുഞ്ഞിനെ തരാം. എന്റെ മനസ്സലിയാൻ വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ചെല്ല്. വേണ്ട, അവിവേകം ഒന്നും കാണിക്കണ്ട. നിന്റെ കർണത്ത് പാട് വീഴും. മൈഥിലി, നീ എന്നോടുള്ള വൈരാഗ്യം കുഞ്ഞിനോട് തീർക്കണ്ട. കുഞ്ഞ് വിശന്നിട്ടാ കരയുന്ന. കുഞ്ഞുങ്ങളായ വിശക്കും, വിശന്നാ കരയും. അതിന് നിനക്കെന്താ? നീ നിന്റെ പാട് നോക്കി പോടി. ഇതെന്റെ കുഞ്ഞ. ഇതിനെന്തെങ്കിലും പറ്റിയാലേ നിനക്കെന്താ? ഇറങ്ങടി വെളിയില്. ഇറങ്ങാൻ. അങ്ങോട്ട് ഇറങ്ങി പോടി. ഇറങ്ങിപ്പോടി. ഓ, എന്റെ കുഞ്ഞ് മൈഥിലി, മൈഥിലി. മീനാക്ഷി, എന്തിനാ നീ കരയുന്നേ? നമ്മുടെ കുഞ്ഞ് വിശന്ന് കരയ. ഫുഡ് കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ ചോദിച്ചിട്ട് അവൾ തരുന്നില്ല. അവൾക്ക് കുഞ്ഞിനോട് യാതൊരു സ്നേഹവുമില്ല. അത് കുഞ്ഞിനോട് കാണിക്കുന്ന അവളുടെ പെരുമാറ്റം കാണുമ്പോ നമുക്ക് മനസ്സിലാവും. അവൾക്ക് അവളോടല്ലാതെ മറ്റാരോടും ഒരു സ്നേഹവുമില്ല മീനാക്ഷി. എനിക്ക് പറ്റിപ്പോയൊരു വലിയ തെറ്റാ അവള്. എന്ത് ഞാൻ സഹിക്കാം, പക്ഷെ എന്റെ കുഞ്ഞ് കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാർത്തേട്ട. എനിക്കറിയാം മീനാക്ഷി നിന്റെ വിഷമം. അതേ സങ്കടം എനിക്കുമില്ലേ. ഞാൻ ആ കുഞ്ഞിന്റെ അച്ഛനല്ലേ. കുഞ്ഞ് കിടന്ന് കരയുന്നത് കണ്ട് ഞാൻ എടുക്കാൻ നോക്കിയപ്പോ അവൾ എന്നെ പിടിച്ച് പുറത്താക്കി മുറി അടച്ചു കളഞ്ഞു. അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത് മീനാക്ഷി? ക്ഷമിക്കാതെ മറ്റൊരു മാർഗമില്ല കാർത്തേട്ട. നമ്മുടെ കുഞ്ഞിനെ നമുക്കൊന്ന് കാണുമെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അവളോട് തൽക്കാലം ക്ഷമിച്ചേ പറ്റൂ. കുഞ്ഞിനോടുള്ള മീനാക്ഷിയുടെ സെന്റിമെന്റ്സ് വെച്ച് അവള് മുതലെടുക്കുക. നിന്നോട് എങ്ങനെയെങ്കിലും പകരം വീടണം. അത് മാത്രം അവളുടെ ലക്ഷ്യം. ഞാൻ എന്ന് സഹിക്കാം, ക്ഷമിക്കാം, എന്റെ കുഞ്ഞിന് വേണ്ടി. ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ ആ നാശം പിടിച്ചവളെ ഇതിനകത്ത് താമസിപ്പിക്കുന്ന എന്തിനാ? അടിച്ച് വെളിയിലാക്കിയാലോ? ഇതൊക്കെ നമ്മൾ പലവട്ടം ആലോചിച്ച് ഉപേക്ഷിച്ച കാര്യങ്ങളല്ലേ കാർത്തേട്ട. അങ്ങനെ ചെയ്താല് അവള് കുഞ്ഞിനെ കൊണ്ട് പോയിക്കളയില്ല. ഇതിപ്പോ കുഞ്ഞിനെ എല്ലാവർക്കും കാണുമെങ്കിലും ചെയ്യാലോ, ദൂരെ നിന്നെങ്കിലും. അവള് കുഞ്ഞിനോട് കാണിക്കുന്ന ഇത്തരം ദ്രോഹങ്ങൾ കൂടി നമ്മൾ കാണണ്ടേ മീനാക്ഷി? എന്തായാലും നീ കരയാതെ മീനാക്ഷി. എല്ലാത്തിനും വൈകാതെ ഒരു പോംവഴി ഉണ്ടാവും. അങ്ങനൊരു പോംവഴി ഉണ്ടായല്ലേ പറ്റൂ. ഇന്ന് കോടതിയിൽ പോയേ പറ്റൂ. അവളുടെ ഇമ്മോറൽ ലൈഫ് ചൂണ്ടിക്കാണിച്ച് നല്ലൊരു വക്കീലിനെ വെച്ച് നമുക്ക് കേസ് കൊടുക്കാം. വഴിവിട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ എന്തായാലും കോടതി കുഞ്ഞിനെ വിടില്ല. നമുക്ക് അനുകൂലമായ വിധി തന്നെ വരും. സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ക്ഷമിക്കുന്നതാ. പക്ഷേ സാഹചര്യം നമ്മളെ അതിനനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും? കോടിക്കണക്കിന് നന്മയുള്ള അമ്മമാർക്കിടയിൽ ഇങ്ങനെ ഒരു ജന്മം. ഇവളാണോ ഒരു അമ്മ? എന്റെ മീനാക്ഷി കരയാതെ. നമുക്കിതൊക്കെ തരണം ചെയ്തല്ലേ പറ്റൂ. ഒരു തുള്ളി വിഷം മതി, എല്ലാം കലുഷിതമാകും. ശാന്തമായ തടാകം പോലായിരുന്നു നമ്മുടെ ഈ വീട്. ഒരു കല്ല് വന്ന് വീണു, മൈഥിലി എന്ന കല്ല്. ഇനി പറഞ്ഞിട്ടോ പരിതപിച്ചിട്ടോ യാതൊരു കാര്യമില്ല.
അവൾ ഇവിടെ കയറി വന്നപ്പോഴേ അതൊരു മാരകമായ ക്യാൻസർ ആണെന്ന് നമ്മൾ തിരിച്ചറിയണമായിരുന്നു. ആ പോട്ടെ, ഇനി അത് എത്ര കല്ലിലിട്ട് അലക്കിയാലും അത് വെളുക്കാൻ പോകുന്നില്ല. ഇനി ഇവളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? അതാ ഞാൻ ആലോചിക്കുന്നത്. അവൾക്ക് ഉടുമ്പിന്റെ ജന്മ ജഗദീഷേട്ടാ. ഉടുമ്പ് പിടിവീണാലേ മുറിച്ചു മാറ്റണം, അല്ലാതെ പിടിവിടില്ല. മാലതി, അത് നീ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തിനാ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സംസാരം? നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ലേ? അത് നിന്റെ മൗലിക അവകാശമല്ലേ? നീ ആ മൈഥിലിയെ സപ്പോർട്ട് ചെയ്തോ? എനിക്കോ എന്റെ വീട്ടുകാർക്കോ യാതൊരു കുഴപ്പമില്ല. അയ്യോ ജഗദീഷേട്ടാ, അത് പിന്നെ ദയവായിട്ട് ഞങ്ങളെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കരുത്, അത്രേ ഉള്ളൂ. എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജഗദീഷേട്ടാ. ഞങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തൽക്കാലം ഈ മൈഥിലി എവിടം വരെ പോകുന്നൊന്ന് അറിയട്ടെ. അതിനുശേഷം നമ്മൾ തമ്മിലുള്ള കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാം. അത് പിന്നെ അവള് കുഞ്ഞിനെ എന്റെ കൈ തരുന്നില്ലല്ലോ മുത്തശ്ശി. കുഞ്ഞ് കരയായിരുന്നു. മോളൊന്ന് വിഷമിക്കാതെ നിൽക്ക്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും, അല്ലാതെ തരവില്ല. അമ്മേ, അച്ഛാ, അമ്മയോടും അച്ഛനോടുമായി അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ആ എന്നാ പിന്നെ ചേച്ചി സംസാരിച്ചോ, ഞാൻ മുറിയിലേക്ക് പോവാ. മാലതി വാ. നിക്കടാ, നീ എന്റെ സ്വന്തം കൂടപ്പറപ്പല്ലേ? മാലതി നിന്റെ ഭാര്യയും. നീ കേൾക്കുന്നത് കൊണ്ട് എനിക്കെന്താ? അല്ലെങ്കിലും നീ കേൾക്കണം, ഞങ്ങളെ സഹായിക്കണം. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? നീ അത് പറയേ. കാര്യം എന്താണെന്ന് നീ തുറന്നു പറ മോളെ. നീ പറയാതെ ഞങ്ങൾ അറിയൂ. ദുബായിന്ന് രാമേട്ടൻ വിളിച്ചിരുന്നു. അയാള് വല്ല ഫിലിപ്പീനിയനും കെട്ടിക്കാണും. അതാ ഇവരെ തിരക്ക് ഇങ്ങോട്ട് വരാത്തത്. ഇങ്ങനെ വിഷമിക്കാതെ ചേച്ചി കാര്യം പറ. അമ്മ വിളിച്ചത് എന്തിനാ അമ്മായി? അവിടെ രാമേട്ടന്റെ ബിസിനസ് ഒക്കെ ആകെ തകർന്നു. ഇടയ്ക്കിടയ്ക്ക് അവന്റെ ബിസിനസ് പൊട്ടുന്നതൊരു പതിവാണല്ലോ. അതിലിപ്പോ പുതുമയൊന്നുമില്ല. മറ്റൊരാളുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചത് തന്നെ. അവിടെ അയാള് വല്ല ഒപ്പിച്ചു കാണും. ഉടനെ അയാള് പോലീസ് പിടിയിലാവും. അവരെടുത്ത് ജയിലിലൂടും. അങ്ങനെ മനസ്സിന് ആശ്വാസമുള്ള ഒരു ന്യൂസും കേട്ടു. ഞാൻ എന്ത് വേണമെന്നാ മോള് പറയുന്നേ? ഉടനെ ഒരു 3 കോടി രൂപ രാമേട്ടന് കൊടുത്തേ പറ്റൂ. 3 കോടിയോ? 3 കോടി. അമ്പട പൊളിസു. അത് നാളെ തന്നെ അയച്ചു കൊടുക്കണമെന്ന് രാമേട്ടൻ പറഞ്ഞത്. നാട്ടിലെ വിശ്വസ്തനായ ഒരാളുണ്ട്, അയാളെ ഏൽപ്പിച്ചാ മതി. അയാൾ അവിടെ കൈമാറ്റം ചെയ്തോളും. അവൻ ഇത് പതിവാക്കിയിരിക്കുക. ഇവിടെ കൊടുക്കാൻ കാശൊന്നുമില്ല. അമ്മേ, അങ്ങനെ പറയരുത്. രാമേട്ടന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാ. ചെമ്പകമംഗലത്തിന്റെ തറക്കടിയിൽ നിധിയൊന്നും കുഴിച്ചിട്ടിട്ടില്ലെന്ന് നിന്റെ രാമേട്ടനോട് പറഞ്ഞേക്ക്. അമ്മേ, എല്ലാരും ഗൾഫിൽ ബിസിനസ് നടത്തുന്നത് കാശ് ഉണ്ടാക്കാനാ. ഈ രാമേട്ടൻ ബിസിനസ് നടത്തുന്നത് കാശ് കളയാനാ. നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ എന്നെയും എന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ആത്മാർത്ഥതയുള്ള ഭാര്യയായിരുന്നെങ്കിൽ നിന്റെ അഭിപ്രായം ഞങ്ങൾ സ്വീകരിച്ചേനെ. ഈ കുടുംബത്തിന്റെയും ഞങ്ങളുടെയും തകർച്ച കാണാൻ ആ മൈഥിലിയോടൊപ്പം ആഗ്രഹിക്കുന്ന ഒരുത്തിയാ നീ. ജഗദീഷേട്ടാ, അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി അനാവശ്യമായിട്ട് അഭിപ്രായം പറഞ്ഞ നേരത്തെ മേടിച്ച പോലെ ഇനി നീ മേടിക്കും, കേട്ടോടി. അച്ഛനൊന്നും പറയാനില്ലേ? അമ്മ പറഞ്ഞില്ലേ മോളെ? ഓ, എന്ന് വെച്ച അച്ഛൻ ബുദ്ധിപൂർവ്വം കൈ ഒഴിഞ്ഞു അല്ലേ? മോളെ, അച്ഛൻ വേണ്ട, ഒന്നും പറയണ്ട. എന്താ അമ്മായിയമ്മയുടെ വക്കാലത്തുമായിട്ട് വന്നതാണോ നീ?
സാവിത്രി വന്ന് കാശ് ചോദിച്ച കാര്യം നീ പോയി ഇവളോട് ഉണർത്തിച്ചായിരിക്കും. അതായിരിക്കും അമ്മയും മോളും കൂടി എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഭാവത്തിൽ വന്നത്. അയ്യോ അമ്മേ, അമ്മാവനിപ്പോ പണത്തിന്റെ ആവശ്യം എന്താണെന്നെങ്കിലും മുത്തശ്ശിക്ക് അമ്മായിയോടൊന്ന് ചോദിക്കായിരുന്നു. അയ്യോ എനിക്ക് മനസ്സില്ല. ഇതേ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. നിനക്കതൊന്നും അറിയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമേ, അല്ലാതെ രാമേട്ടൻ കാശൊന്നും ചോദിക്കില്ലല്ലോ. ദേ നീ യാതൊരു കളങ്കവും ഇല്ലാത്തവളാ. നീ കളങ്കം ഉള്ളവളാണെന്ന് നിന്റെ ശത്രുക്കൾ പോലും പറയില്ല. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം നിന്നെ പോലെയാണെന്ന് നീ കരുതരുത് മോളെ. വെളുക്കച്ചിരിക്കുന്നവരുടെ ഉള്ളും വെളുത്തിരിക്കുമെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. അമ്മായി വല്ലാതെ വിഷമിക്കുന്നുണ്ട് മുത്തശ്ശി. മുത്തശ്ശി വിളിച്ച് സമാധാനിപ്പിക്കെങ്കിലും വേണം. രാമഭദ്രൻ ഇതിനു മുമ്പ് ഇതുപോലെ പല കുരുക്കിലും ചെന്ന് ചാടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതുപോലെ ഭാര്യയെ വിളിച്ചു പറയും സഹായിക്കണോന്ന്. ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇനി അതിന് പറ്റില്ല. അമ്മ, സാവിത്രി രാമേട്ടന് നമ്മുടെ അല്ലേ അമ്മ? അല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? എടി മോളെ, പിടിപ്പ് കെട്ടവരൊക്കെ ചെന്ന പടുകുഴിയിൽ ചാടും. അവനവന് അറിയാവുന്ന തൊഴിലേ ചെയ്യാവൂ, അല്ലാതെ അതിന് പോവരുത്. രാമഭദ്രൻ ദരിദ്രനൊന്നുമല്ല. സാമ്പത്തിക ദുരിതം വന്നെങ്കിൽ അവൻ തന്നെ പരിഹരിക്കട്ടെ. ഇതുപോലെ സാവിത്രി വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും വാരിക്കോരി കാശെടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് രാമഭദ്രന് വേണ്ടിയാണോ എന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. കള്ളത്തരത്തിന് ഒട്ടും കുറവുള്ളവളല്ലല്ലോ എന്റെ മോൾ സാവിത്രി. അതെ, ഈ പരസ്പര വിശ്വാസം എന്നൊക്കെ പറയുന്ന ഒരു കണ്ണാടി പോലെ. ഒരിക്കൽ പൊട്ടിയാൽ അത് പഴയതുപോലെ ഒരിക്കലും ആവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചുമ്മാ അങ്ങ് കളിയാക്ക, എന്തിനും ഏതിനും അങ്ങ് ചീത്ത പറയാ. എന്നുവെച്ചാ ഇവരൊക്കെ വലിയ മാടവിമാരല്ലേ, സഹിച്ചു നിന്നോണം. ഒരു താലി കഴുത്തി കെട്ടിന്ന് വെച്ച് ഭർത്താവിന്റെ അടിമയാണോ ഭാര്യ? ആ കാലമൊക്കെ പോയി. ഇപ്പൊ എന്നെ വരട്ടാൻ വന്നാൽ എന്റെ സ്വഭാവം മാറും. ഒരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതി, പിന്നെ അവര് കൈകാര്യം ചെയ്തോളൂ. പുച്ച മടക്കി എന്റെ മുന്നിൽ വന്ന് നിന്നോളൂ. അയ്യോ ജഗദീഷേട്ടൻ, ഇതെന്താ? കണ്ടില്ലേ, പേപ്പറും പേനയും. ദാ വേഗം ഒരു പരാതി എഴുത്, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്ക്. വേണമെങ്കിൽ ഞാനും കൂടി വരാം. അയ്യോ, ഞാനെന്തോ വിവരമില്ലായ്മ പറഞ്ഞത് ജഗദീഷേട്ടൻ കേട്ടോ? നിന്റെ കഷ്ടകാലത്തിന് ഞാനത് കേട്ടു. അല്ലെങ്കിൽ എനിക്ക് കണ്ടത് ശനിയാ. എന്റെ ഇത്തരം സ്വഭാവം ജഗദീഷേട്ടന് അറിയാവുന്നതല്ലേ. ജഗദീഷേട്ടൻ അങ്ങ് ക്ഷമിച്ചോളാം. പോരാ 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 മാലതി, നീ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാ. ഞാൻ കൊള്ളില്ലാത്തവനാ, മാടമ്പിയാ. തക്ക ശിക്ഷ എനിക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടുക്കണം. എന്നെ ഒരു 2 ദിവസത്തേക്കെങ്കിലും പിടിച്ച് അകത്തിടണം. എനിക്കതൊരു ഉപകാരമാ. നിന്നെ ഉപേക്ഷിച്ച് കളയാൻ 4 ആള് കേട്ടാൽ ന്യായമുള്ളൊരു കാരണം ഞാൻ തേടി നടക്കുക. ഒന്ന് പോ ജഗദീഷേട്ടാ. സാവിത്രി ചേച്ചി അങ്ങനെ വന്ന് കാശ് ചോദിച്ചപ്പോ ഞാനൊന്ന് പ്രതികരിച്ചു പോയി. ഞാനും ഈ വീട്ടിൽ അംഗമല്ലേ, എനിക്ക് മിണ്ടാനുള്ള അവകാശമൊന്നും ഇല്ലേ? ഓ, അപ്പൊ ചേച്ചി അമ്മയോട് കാശ് വെച്ചത് വലിയ തെറ്റാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്? അത് സ്ഥിരം ഒരു ഏർപ്പാടെന്നേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എടീ, കൂട്ടത്തിൽ ഒരാൾക്കൊരു ആവശ്യം വരുമ്പോ കൂടെ ഒന്ന് സഹായിക്കേണ്ട നമ്മളല്ലേ? ഈ രാമേട്ടൻ ഇതുപോലെ ഇതിനു മുമ്പും പല ഏടാകുടങ്ങളും ചാടിയിട്ടുണ്ട്. അന്നൊക്കെ വാരിക്കോരി പണം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാള് മാത്രം ഇങ്ങനെ ബുദ്ധിമോശം കൊണ്ട് അക്കടി പോയി ചാടുക, അതിന് അമ്മ എപ്പോഴും ഇങ്ങനെ സഹായിക്കുക. പോകുന്നത് ചെമ്പകമംഗലത്തെ കാശല്ലേ, ആ കാശ് നമ്മുടെ കുട്ടിക്ക് കൂടെ അവകാശപ്പെട്ടതല്ലേ? ഓ, നീ വളരെ ദീർഘവീക്ഷണമുള്ള ആളാണല്ലോടി. മക്കളുടെ ഭാവിയെക്കുറിച്ചൊക്കെ നീ ഗാഠമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നു. എന്താ എനിക്ക് ചിന്തിക്കാൻ പാടില്ലേ? ഞാനൊരു അമ്മയല്ലേ. നീ നല്ലൊരു അമ്മയായിട്ട് മാറുന്നതിലേക്ക് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ
എനിക്ക് ഒട്ടും സന്തോഷം തോന്നാത്ത പല കാര്യങ്ങളും നീ ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട്. ജഗദീഷ് ഏട്ടൻ പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ ആ മൈഥിലിയെ രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ജഗദീഷ് ഏട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുവാ. ഓ, അപ്പൊ നീ മൈഥിലിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെ ഞാൻ എവിടെ നിന്നാലും അവൾ അടുത്ത് വന്ന് ഒട്ടി ഒട്ടി നിൽക്കും. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, അപ്പൊ അതാണ് പ്രശ്നം. അല്ല, അത് അവളോട് ഒട്ടാൻ വരരുത് എന്നങ്ങ് പറഞ്ഞാ പോരെ? അത് പറയാൻ എനിക്കൊരു മടി. കാരണം ഞാൻ അവളെ പോലൊരു പെണ്ണല്ലേ. നീ അവളെ പോലൊരു പെണ്ണല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ജഗദീഷിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലുണ്ടാവില്ലായിരുന്നു. നീ ആ മൈഥിലിയെ പരസ്യമായിട്ട് രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. അത് നിർത്തിയില്ലെങ്കിൽ നിന്റെ നാശം നീ തന്നെ വരുത്തി വെക്കുന്നു കരുതിയാ മതി. ജഗദീഷ് ഏട്ടാ, പിന്നെ ഭാര്യയുടെ തലേണ മന്ത്രം കേട്ട് ജനിപ്പിച്ച് വളർത്തിയ മാതാപിതാക്കളെ മറന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്ന മണുകുണഞ്ഞ ഭർത്താവല്ല ഞാൻ. സ്മരണകൾ ഉണ്ടായിരിക്കണം. എനിക്കെല്ലാവരും വേണം. അതുകൊണ്ട് എന്റെ ചേച്ചി അവരുടെ ഭർത്താവിന് വേണ്ടി കാശ് ചോദിച്ചതിലൊന്നും നീ കയറി ഇടപെടണ്ട. നീ എന്റെ ഭാര്യയാ. പിന്നെ നമ്മൾ തമ്മിലുള്ള ഹൃദയബന്ധം ഈ കുടുംബത്തിൻ്റെ ഒരു നാശകോടാലിയാവരുത്. പറഞ്ഞേക്കാം. അമ്മേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അറിയില്ല മോളെ. വാ. നിക്ക്. ആ മാലതി അവിടെ നിൽക്കുമ്പോ സാവിത്രിക്ക് വന്ന് കാശ് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ജഗദീഷ് അവിടെ നിന്നതുകൊണ്ടാണ് അവള് കൂടുതലൊന്നും പറയാതിരുന്നത്. ദേ, നിങ്ങളെപ്പോലത്തെ സ്വഭാവക്കാരിയല്ല മാലതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി അവള് കുടുംബം പടക്കളമാക്കി കളയും. ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല അമ്മ. ആ, ചിന്തിക്കണം. ഇത് അണുകുടുംബമല്ല, കൂട്ടുകുടുംബം. മക്കളെയും മരുമക്കളെയൊക്കെ വേർതിരിച്ച് കാണാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. ഞാൻ പക്ഷാഭേദം കാണിച്ചത് പറഞ്ഞു കളയും. അതല്ല മുത്തശ്ശി, കാശിന് ആവശ്യം അമ്മാവനല്ലേ. അപ്പോ അമ്മായി നുണ പറയാൻ വഴിയില്ല. ഇത് പല പ്രാവശ്യമായി മോളെ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കും വിഷമം തോന്നി. പറയാതിരിക്കാൻ ഒക്കുവോ? മാലതി നിന്നതുകൊണ്ടാ ഞാൻ അത്രയും പറഞ്ഞത്. സാവിത്രി വല്ലാതെ വിഷമിച്ചാ പോയെന്ന് മീനാക്ഷി പറഞ്ഞു. അമ്മ സാവിത്രി വിളിച്ചൊന്ന് വിവരങ്ങൾ പറയണം. സാവിത്രിയും രാമഭദ്രനും അപ്പൂപ്പനും അമ്മൂമ്മയായി, എന്നിട്ടും ഒരു കാര്യപ്രാപ്തി ഇല്ലാന്ന് വന്ന ഏതായാലും ഞാൻ അവളോട് സാവധാനത്തിൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ന്യായമുള്ളതാണെങ്കിൽ സഹായിക്കാം. അമ്മ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ ഉള്ളൂ. ഉള്ള ശുദ്ധ. ആരെങ്കിലും കരഞ്ഞു കാണിച്ചാ അമ്മ അപ്പ അലിയും. മനസ്സലിവിന്റെ തമ്പുരാട്ടിയാ നിന്റെ മുത്തശ്ശി. ഒരു മനസ്സിലുമില്ലാത്ത സ്ത്രീ. ഇവരെങ്ങനെ എന്റെ അമ്മയായത്? അച്ഛനമ്മയെ പേടിയാ. ഓ, ഭയങ്കര വാത്സല്യ മകളായ എന്നോട്. പക്ഷേ ഒരാവശ്യം പറഞ്ഞ അപ്പ എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും. ചിലപ്പോ ആർക്കും മനസ്സിലാവാത്ത കുറെ തത്വചിന്തയെ പറയും. തത്വചിന്ത പറയുന്നതിന് മുടക്കൊന്നും ഇല്ലല്ലോ. ഇടിഞ്ഞുപോയി. രാമേട്ടനായിരിക്കും. ഹലോ സാവിത്രി, ഇത് ഞാനാ രാമഭദ്രൻ. ആ രാമേട്ടാ, മുറിയിലാണോ? ഞാൻ എൻ്റെ ഫ്ലാറ്റിലോ അല്ല, മുറിയിലോ അല്ല. ഞാൻ വേറൊരു ഫ്രണ്ടിന്റെ മുറിയിലാ. അത്രയ്ക്ക് പ്രശ്നമാണോ രാമേട്ടാ? പ്രശ്നമാണ് സാവിത്രി. അതവിടെ നിൽക്കട്ടെ. പണത്തിന്റെ കാര്യം എന്തായി? ഒരു രക്ഷയില്ല രാമേട്ടാ. അമ്മ കൈയൊഴിഞ്ഞു. ഒരു സഹായവും ചെയ്യില്ലെന്ന് ഉറപ്പായി. എന്താ സാവിത്രി നീ പറയുന്നത്? പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യും? അതെ, ചോദിക്കുമ്പോ കാശ് വാരിത്തരാൻ ഇവിടെ കാശില്ലെന്നാ പറയുന്നത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വെറുതെ എന്നെ നാണം കെടുത്തുകയും ചെയ്തു. ഞാനിനി എന്ത് ചെയ്യും? ശരിക്കും അവിടെ ഉണ്ടായത് എന്താ രാമേട്ടാ? കാര്യങ്ങൾ എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയും. ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം. എങ്കിലേ നിനക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. ആ, പറ. അത് എന്റെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. ആക്സിഡന്റോ? എന്ന് വെച്ചാൽ കാർ ഒരാളെ ഇടിച്ചു. ഓൺ ദ സ്പോട്ടിൽ അയാൾ മരിച്ചു. ആൽക്കഹോൾ പ്രൊഹിബിറ്റഡ് എമിറേറ്റ് ആണ് ഷാർജ എന്നറിയാലോ.
സംഭവ സമയത്ത് ഞാൻ അല്പം മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ രാമേട്ട ഈ പറയുന്നത്? ഇവിടെ മദ്യവെച്ച് വണ്ടി ഓടിക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടായ കുഴപ്പമാ. എന്റെ ദൈവമേ, ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. മരിച്ചയാളുടെ കുടുംബത്തിന് 3 കോടി രൂപ ബ്ലഡ് മണി കൊടുക്കണം. 3 കോടിയോ? കൊടുത്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ വധശിക്ഷയും. അയ്യോ, അമ്മ കാര്യം എന്താണെന്ന് പോലും ചോദിച്ചില്ല. ഇല്ല രാമേട്ട. ഞാനിനി എന്ത് ചെയ്യണ്ട ഈശ്വര? ഈ അന്യനാട്ടിൽ കിടന്ന് മരിക്കേണ്ടി വരും. രാമേട്ട വിഷമിക്കാതെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്തെങ്കിലും ചെയ് സാവിത്രി, ഇല്ലെങ്കിൽ രാമേട്ട ധൈര്യമായിട്ടിരിക്കെ. ഈ സാവിത്രിയാ പറയുന്നത്. എന്റെ രാമേട്ടന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ചെമ്പകമംഗലത്തിന്റെ അറക്കടിയിൽ നിധിയൊന്നും കുഴിച്ചിട്ടിട്ടില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ.